ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചൈതന്യ ഒരു ദിവസം തന്റെ സുഹൃത്ത് സുബുവിനെ പരീക്ഷാ സെന്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ കല്യാണി എന്ന പെൺകുട്ടിയെ കാണുന്നു. ആ സമയത്ത് അവൾ വലിയ ടെൻഷനിലായിരുന്നു. കാരണം അവളുടെ പരീക്ഷാ സെന്റർ മാറിപ്പോയിരുന്നു. സമയം വളരെ കുറവായതിനാൽ അവൻ തന്റെ ബൈക്കിൽ അവളെ ശരിയായ പരീക്ഷാ സെന്ററിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആ സംഭവത്തിന് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്യുന്നു. പതിയെ അവരുടെ ഇടയിൽ സൗഹൃദം വളരുന്നു. ആ സൗഹൃദം പ്രണയമായി മാറുന്നു. പക്ഷെ അവരുടെ പ്രണയത്തിന് വലിയ പ്രശ്നമുണ്ടായിരുന്നു. കല്യാണിയുടെ അച്ഛൻ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. ചൈതന്യ അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നതായിരുന്നു കാരണം. അതുകൊണ്ട് വിവാഹം ഒരിക്കലും അനുവദിക്കില്ലെന്നും അയാൾ പറയുന്നു. ഒടുവിൽ അവർ ഒളിച്ചോടി വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം അവർ ഹൈദരാബാദിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയും ആദ്യകാലത്ത് അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു. വിവാഹം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നതായിരുന്നു കാരണം. അതിനാൽ അവരൊരു ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടറുടെ പരിശോധനകൾക്ക് ശേഷം പ്രശ്നം ചൈതന്യക്കാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഈ കാര്യം കല്യാണിയോട് പറയാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. അതേസമയം കല്യാണിയുടെ അച്ഛൻ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. തന്റെ മകളെ വീണ്ടും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അയാളുടെ ലക്ഷ്യം. 100 ദിവസത്തിനുള്ളിൽ തന്റെ മകളെ തിരികെ കൊണ്ടുപോകുമെന്ന് അയാൾ വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളിയും ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങളും ചേർന്ന് ചൈതന്യെ മാനസികമായി വളരെ തളർത്തുന്നു. ഒടുവിൽ ഒരു ദിവസം അവൻ കല്യാണിയുടെ ദേഷ്യത്തിൽ സംസാരിക്കുന്നു. അതിനാൽ കല്യാണി വളരെ വിഷമത്തോടെ തന്റെ അച്ഛന്റെ ഒപ്പം വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് ചൈതന്യക്ക് തന്റെ തെറ്റു മനസ്സിലാക്കുന്നു. അവൻ കല്യാണി എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് അവന് മനസ്സിലാകുന്നു. ഒടുവിൽ അവർ വീണ്ടും കണ്ടുമുട്ടുകയും ആ സമയത്ത് ചൈതന്യ തന്റെ ജീവിതത്തിലെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന സത്യം പോലും അവൻ കല്യാണിയോട് പറയുന്നു. കുഞ്ഞില്ലെങ്കിലും നിന്നെ മതി എന്നാണ് അവൾ പറയുന്നത്. ഒടുവിൽ കല്യാണിയുടെ അച്ഛനും അവരുടെ പ്രണയം മനസ്സിലാക്കി അംഗീകരിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുകയും കുറച്ചു കാലത്തിന് ശേഷം കല്യാണി ഗർഭിണിയാകുകയും ചെയ്യുന്നു.